എന്റെ മക്കൾ രണ്ടുപേർക്കും എന്നെ അമ്മ എന്ന് വിളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മൂത്ത മകൾ ഇത്രയും നാളെ നിഷാന്ന് വിളിച്ചിരുന്നത്. എല്ലാവരോടും ഭയങ്കര ഗ്രഡ്ജായി, റിവഞ്ചായി. പിന്നെ അപ്പൊ ഈ ദേഷ്യം മുഴുവൻ ഞാൻ തീർക്കാൻ പഠിച്ചിട്ടാണ്. എനിക്കൊരു സിംഗിൾ റൂം ഉണ്ടായിരുന്നു. ആ റൂമിനുള്ള അടച്ചിരിക്കും, പുസ്തകം മുഴുവൻ ഇങ്ങനെ മകപ്പ് ചെയ്ത് പഠിക്കും, മുഴുവൻ പോയിരുന്ന് എഴുതും, ഫുൾ മാർക്ക് വാങ്ങും. 10th പഠിക്കുമ്പോൾ എനിക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. ഡിസ്റ്റിങ്ഷൻ മാർക്ക് വാങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മളിപ്പോൾ പിടിച്ച് സെന്റ് മേരീസിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് പഠിപ്പിക്കുന്നു. ഞാനിങ്ങനെ ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ നമ്മളെ ഫസ്റ്റ് ഡേ വന്ന് ടീച്ചർ ഇങ്ങനെ അറ്റൻഡൻസ് വിളിക്കില്ല, ഇങ്ങനെ ഓരോരുത്തരുടെ പേര് ഇങ്ങനെ വിളിക്കില്ല. എന്റെ പേര് വിളിക്കുന്ന നേരത്ത് പെട്ടെന്ന് ഒരു പ്യൂൺ ക്ലാസ്സിൽ വന്ന് പറയാണ്, ഇങ്ങനെ സമ്മൺ ഈസ് വെയിറ്റിംഗ് ഫോർ യു, അവിടെ നിഷ റാഫേലിനെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഓഫീസ് റൂമിൽ ഒരാൾ ഇരിക്കുന്നുണ്ടെന്ന് പറയാണ്. നമ്മളവിടെ പോകുമ്പോൾ പപ്പ അവിടെ പ്രിൻസിപ്പളുടെ റൂമിൽ ഇരിക്കുന്നുണ്ട്. ഈ കുട്ടീനെ ഗ്രൂപ്പ് എടുത്ത് പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫീ അടക്കില്ല, 3rd ഗ്രൂപ്പിലേക്ക് മാറ്റിക്കോളൂ എന്ന് പറഞ്ഞു. 18 വയസ്സിൽ കെട്ടിച്ചുവിടാൾ പിള്ളേർ പഠിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അന്നാണ് പപ്പയുടെ ഒരു യഥാർത്ഥ മുഖം പുറത്തേക്ക് എടുക്കുന്നത്. പപ്പയോട് ഞാൻ ഇതുവരെയും മിണ്ടിയിട്ടില്ല, മരിക്കുന്നവരെയും നേർക്ക് നേർന്ന് പപ്പാന്ന് വിളിച്ചിട്ടില്ല. മരിച്ചിട്ട് ശവം കൊണ്ടുപോകുന്ന സമയത്താണ് കുടുംബക്കാർ പറഞ്ഞത് മരിക്കുമ്പോൾ ലാസ്റ്റ് നെറ്റിയിൽ ഒരു അന്ത്യചുംബനം കൊടുക്കാന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് കൊടുക്കാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല.